ഇന്ന് മെയ് 31 വേൾഡ് നോ ടൊബാക്കോ ഡേ. ആഗോളതലത്തിൽ വർഷം 7 ദശലക്ഷം ആളുകൾ മരിക്കാൻ കാരണമാകുന്നത് ടൊബാക്കോയാണ്. ടൊബാക്കോ യൂസേജിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വി ഹാവ് വിത്ത് അസ് ഡോക്ടർ അസീസ് KS, കൺസൾട്ടൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റെസ്പിറേറ്ററി മെഡിസിൻ, ആൻഡ് ഡോക്ടർ നീരജ് H, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, കൊച്ചി. ഹായ് ഡോക്ടേഴ്സ്. ഈ വർഷത്തെ വേൾഡ് നോ ടൊബാക്കോ ഡേയിൽ തീം എന്താണ് ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? അതായത് 2024 നോ ടൊബാക്കോ ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ സിനിമകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സ്മോക്കിംഗ് എപ്പോഴും ഒരു ഹീറോയിക് പരിവേഷങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് പലപ്പോഴും കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെയാണ് അത് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സ്മോക്കിംഗ് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിൽ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിൽ 13 to 18 ഇയേഴ്സാണ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ ഓഫ് ദിസ് ടൊബാക്കോ ഇൻഡസ്ട്രി. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ്, മുൻകരുതലുകൾ ഗവൺമെൻറ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു തീം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കമ്പനികളെല്ലാം ഈ കുട്ടികളെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ടൊബാക്കോ കമ്പനികൾ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവർ സോഷ്യൽ മീഡിയ എല്ലാം വഴി ഇതുപോലെ പരസ്യങ്ങളെല്ലാം കാണിക്കുകയും അതുപോലെ ഫിലിമിലെ ഹീറോയിക് പരിവേഷങ്ങളെല്ലാം കാണിച്ച് അങ്ങനെ കുട്ടികളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നു. അതുകൊണ്ട് വളരെയധികം കുട്ടികൾ ഇപ്പോൾ ഈ പുകവലിയല്ല, ഇപ്പോൾ ഈ സിഗരറ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അതിൽ വളരെയധികം കുട്ടികൾ അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ഈ വർഷത്തെ തീം എന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികളെ ഈ കമ്പനികളുടെ ഈ ടാർഗറ്റിന് രക്ഷിക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിഗരറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, വേപ്പിംഗ് അല്ലെങ്കിൽ ഈ സിഗരറ്റ്സ് ഒക്കെ സ്മോക്കിങ്ങിൻ്റെ ഒരു സേഫ് ഓൾട്ടർനേറ്റീവ് ആണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ? ഈ സിഗരറ്റ് യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്ത് സ്മോക്കിങ്ങിനുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്. അതൊരു സിഗരറ്റിൻ്റെ രൂപത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിലൊരു ദ്രാവകം നിറച്ച് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ ആ ലിക്വിഡ് ചൂടായി കഴിയുമ്പോൾ വേപ്പർ വരുന്നു. അപ്പോൾ അത് സിഗരറ്റിൻ്റെ ഒരു ഫീലിംഗ് കൊടുക്കും. അതിൻ്റെ ടിപ്പിൽ LED ലൈറ്റ് ഉണ്ടാവും. പക്ഷേ പിന്നീട് ചെയ്തതെന്താണെന്ന് വെച്ചാൽ സിഗരറ്റ് കമ്പനികൾ അതിൽ തന്നെ നിക്കോട്ടിൻ മിക്സ് ചെയ്യാൻ തുടങ്ങി. അതിൽ തന്നെ കന്നാബിസ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ മിക്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് യുവാക്കൾക്കിടയിൽ ഭയങ്കര പോപ്പുലർ ആവുകയും എല്ലാവരും അത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് അഡിക്ഷനായി മാറുകയും ചെയ്തു. അപ്പോൾ അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തു തുടങ്ങിയത് അവസാനം വളരെ ദോഷകരമായ രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് അത് അപകടകരമായ രീതിയിലായപ്പോൾ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത് നിരോധിച്ചു കഴിഞ്ഞു. സ്മോക്കിംഗ് എങ്ങനെയാണ് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്? പുകവലി ഇപ്പോൾ മറ്റ് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പോലെ ശ്വാസകോശത്തിലും ക്യാൻസർ ഉണ്ടാക്കാം. ഇപ്പോൾ തല മുതൽ പാദം വരെയുള്ള പല അവയവങ്ങളുടെയും ക്യാൻസറിന് ഇത് പുകവലി കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ക്യാൻസറിന് റിസ്ക് വളരെ അധികമാണ്. അത് കൂടാതെ തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളായ COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതാണ് പ്രധാനമായി ഇത് പുകവലി കൊണ്ട് ലങ്സിനുണ്ടാകുന്ന പ്രശ്നം. പിന്നീട് ആസ്മയുള്ളവർക്ക് അത് ആസ്മ അധികരിക്കാം. ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, അതായത് ലങ്സ് ഫൈബ്രോസ് വരുന്ന അസുഖമാണ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്. അതിന് പുകവലി കാരണമാകുന്നുണ്ട്. ലങ് സ്ക്രീനിങ് പോലുള്ള പ്രൊസീജിയേഴ്സ് ഇപ്പം ആക്സസബിൾ ആണ്. സോ അത് ത്രൂ ഏർലി ഡിറ്റക്ഷൻ, ലങ് ഡിസീസിൻ്റെ ഡിറ്റക്ഷൻ എത്രത്തോളം പോസിബിൾ ആണ്? ശ്വാസകോശത്തിൻ്റെ ക്യാൻസറിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണണമെന്നില്ല. ലക്ഷണങ്ങൾ പുറത്തേക്ക് കണ്ടു തുടങ്ങുമ്പോൾ അതൊരു ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത സ്റ്റേജിലാകാറുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഒരു പ്രതിവിധിയായിട്ടാണ് ലങ് ക്യാൻസർ സ്ക്രീനിങ് വരുന്നത്. അതായത് നമ്മൾ വർഷത്തിൽ ഒരു ലോ ഡോസ് CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഇപ്പം പുകവലി കൊണ്ട് COPD വ്യത്യാസങ്ങളുണ്ടാകാം. അപ്പം ചിലപ്പോൾ രോഗികൾക്ക് പുറത്തേക്ക് അതിൻ്റെ സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് നമുക്ക് സ്കാനിങ്ങിൽ കാണാൻ പറ്റും. അതുകൂടാതെ ലങ്സിൽ ഇപ്പോൾ ഒരു തടിപ്പിൻ്റെ ചെറിയൊരു നോഡ്യൂൾ പോലെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിച്ച് ബയോപ്സി ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് കോവിഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പല രോഗികൾക്കും സ്കാൻ ചെയ്തപ്പോൾ ഇതുപോലെ പലർക്കും COPDയും അതുകൂടാതെ ലങ്സിലെ തടിപ്പുകളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റെഗുലറായിട്ടൊരു ഇപ്പം പുകവലിക്കുന്ന ഒരാളെ വർഷത്തിലൊന്ന് സ്ക്രീൻ ചെയ്ത് CT സ്കാൻ എടുത്താൽ ഇതുപോലെ അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും ട്രീറ്റ് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോൾ ഓരോ ശ്വാസകോശത്തിൽ നിന്ന് വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അത് അവർക്ക് പുകവലി നിർത്താനുള്ള ഒരു പ്രേരക ഘടകം കൂടി ആകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും സാർ എൻ്റെ അടുത്ത് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പുകവലി നിർത്തിക്കഴിഞ്ഞാൽ
ലങ്സ് നോർമൽ ആവുമോ, പഴയ സ്ഥിതിയിലോട്ട് വരുമോ എന്നുള്ളത് അതിൽ സാറിന് ഒരു പുകവലിക്കുന്ന ഒരാൾ എപ്പോൾ പുകവലി നിർത്തിയാലും അതിൻ്റെ ബെനിഫിറ്റ് അയാൾക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഏത് സമയത്തും അവർ പുകവലി നിർത്തിയാൽ അതിൻ്റെ ഗുണം അവർക്ക് പിന്നീട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങളുടെ റിസ്ക് എല്ലാം പിന്നീട് കുറഞ്ഞു വരുന്നു. ഇതുകൂടാതെ തന്നെ പുകവലിയുടെ മറ്റൊരു റിസ്ക്കാണ് നമ്മൾ ഹാർട്ടിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടുതലാണ്, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ഗുണകരമായ വ്യത്യാസങ്ങൾ പുകവലി നിർത്തിയാൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു അതിലൊരു മെസ്സേജ്, ഇറ്റ്സ് നെവർ ലേറ്റ് അല്ലേ, എപ്പോൾ പുകവലി നിർത്തിയാലും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ മുമ്പുള്ള ഇത് പുകവലി അല്ലെങ്കിൽ COPD ഒക്കെ തീമുകളിൽ അത് വന്നിട്ടുണ്ട്. ലേറ്റ് എന്നുള്ളത്. സർ, ഇപ്പോൾ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറപ്പീസ് അവൈലബിൾ ആണ്. അതുമായി സംബന്ധിച്ച് ഒത്തിരി മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അപ്പോൾ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് സ്മോക്കിംഗ് നിർത്തുന്ന സമയത്തുള്ള ക്രേവിങ്, ആസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് പാച്ചസ്, ഒരു സ്റ്റിക്കർ പോലത്തെ സാധനങ്ങളെയാണ് പാച്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ചൂയിങ് ഗംസ്, നിക്കോടെക്സ് ഗംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചൂയിങ് ഗംസ്, പിന്നെ ലൊസഞ്ച് അതുപോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പലപ്പോഴും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ ദ കൗണ്ടർ ഡ്രഗ് ആയതുകൊണ്ട് പേഷ്യൻസ് വളരെ ലാഘവത്തോടെ അത് യൂസ് ചെയ്യും, പ്രോപ്പർ ഡോസേജ് ഒന്നും അറിയാതെ. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡോസ് ഉണ്ട്. അത് പാച്ച് ഒട്ടിക്കുമ്പോഴാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ടൈമിങ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിക്കോടെക്സ് ഗംസ് പലപ്പോഴും യൂസ് ചെയ്യുമ്പോഴും സാധാരണ ചൂയിങ് ഗം ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുക അല്ല അത് ചെയ്യേണ്ടത്. പലപ്പോഴും ഒരു ച്യൂ ആൻഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ആദ്യം ചവച്ച ശേഷം അത് ഇവിടെ മോണയിൽ കുറച്ച് നേരം 5 മിനിറ്റോളം വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഒരു പേഷ്യൻസിന് ഒരു അവയർനെസ് വരുന്നില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി സജസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസ് പറയും, സാർ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഉപയോഗം കിട്ടിയിട്ടില്ല എന്നുള്ളത്. കൃത്യമായി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ഒരു ഡോസോട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പടിപടിയായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇത് ഒരിക്കലും 1-2 ദിവസത്തെ കാര്യമല്ല, ആഴ്ചകളോളം ഒരു 6 to 8 വീക്സ് നമുക്ക് മെയിൻ്റനൻസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു തെറാപ്പിയും ആണ്. സർ, സ്മോക്കിംഗ് സംബന്ധിച്ചിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്? അപ്പോൾ അത് 2 രീതിയിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ്സ് വരുന്നു, അത് സ്ട്രെസ്സ് കോപ്പ് ചെയ്യാനായിട്ട് സ്മോക്കിംഗ് യൂസ് ചെയ്യുന്നു, അത് ഒരു കൺസെപ്റ്റ്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ സ്മോക്കിംഗ് ക്യാൻ ഇറ്റ് സെൽഫ് കോസ് ഓൾ ദീസ് ആങ്സൈറ്റി, ഡിപ്രസീവ് സിംറ്റംസ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഒരു തലമുറ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം വരുന്ന ഒരു പാർട്ടിക്ക് പോകുന്നു, ഫസ്റ്റ് തിങ് ഈസ് ലൈറ്റിംഗ് എ സിഗരറ്റ്. ആൻഡ് എനിക്കൊരു സ്ട്രെസ് വരുന്നു, ആദ്യം ഞാൻ സിഗരറ്റ് ലൈറ്റ് ചെയ്യുന്നു. സോ സ്ട്രെസ് കോപ്പിംഗ് മെക്കാനിസമാണ്. പക്ഷേ ഇത് ഓവർ ദ ടൈം അത് ടോളറൻസ് എന്നൊക്കെ പറയും. ഇന്ന് ഒരു സിഗരറ്റ് ആണെങ്കിൽ നാളെ അത് 2, 3, 4 ആവും. ഒരു പോയിന്റിൽ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചു തുടങ്ങും. അതായത് ഉറക്കം, അതുപോലെ നമ്മുടെ ജോലിയിലുള്ള പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ അതിനെ ബാധിച്ചു തുടങ്ങും. സെക്കൻഡ് തിങ്, ഇത് കൂടുതലായി ഉപയോഗിക്കുമ്പോൾ എഗെയിൻ അതിൻ്റെ ക്രേവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആങ്സൈറ്റി കൂട്ടാനുള്ളൊരു കാര്യമുണ്ട്. സോ ബോത്ത് വൈസ് വെർസ അത് രണ്ടും മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ഈ ചൂയിങ് ഗം ഉപയോഗിക്കുമ്പോൾ അത് നിർത്താൻ ബുദ്ധിമുട്ട് നേരിടാറുണ്ടോ ഈ നിക്കോടെക്സ് ഗംസ് യൂസ് ചെയ്യുമ്പോൾ? പലപ്പോഴും അതിന് അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഡൻസി പലപ്പോഴും പേഷ്യൻസ് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ച്യൂ ആൻഡ് പാർക്ക് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ പറയുന്ന പോലെ ഒരു ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടേപ്പർ ചെയ്ത് വരും. ആദ്യം 4 mg പിന്നെ 2 mg കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് വരില്ല. പക്ഷേ ഇത് പലപ്പോഴും എല്ലാവരും യൂസ് ചെയ്ത് വെച്ചാൽ ഇത് സ്മോക്കും ചെയ്യും, പിന്നെ നിക്കോടെക്സും യൂസ് ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഇത് ഒരു ഇതിലോട്ട് വരുന്നത്. നിക്കോടെക്സ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണോ നമുക്ക് വാങ്ങിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ അത് ഈസിലി അവൈലബിൾ ആണോ? ഇല്ല, അത് ഓവർ ദ കൗണ്ടർ ആണ്. പലപ്പോഴും ഓവർ ദ കൗണ്ടറായി കിട്ടുന്ന ഒരു ഘടകമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സർ, സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, അതായത് ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ ആ പുക ശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എസ്പെഷ്യലി കുട്ടികളെ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പുക വലിക്കാത്ത ഒരാൾക്ക് മറ്റേ പുക വലിക്കുന്ന ഒരാളുടെ സാമീപ്യം മൂലം പുക വലിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്നതാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ്. അത് നമ്മുടെ സ്ത്രീകളിലെല്ലാം ഈ COPD ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് ആണ്. പ്രത്യേകിച്ചും ഇപ്പം പുരുഷന്മാർ പുകവലിക്കുന്നുണ്ട്, വീട്ടിനുള്ളിൽ പുകവലിക്കുന്നുണ്ട്. അപ്പം അവിടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കോ മക്കൾക്കെല്ലാം പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാം. പിന്നീട് കുട്ടികളെ ഇത് വളരെ മോശമായ രീതിയിൽ ബാധിക്കാറുണ്ട്.
ഇപ്പോൾ അതിപ്പം ഗർഭസ്ഥ ശിശുവിന് മുതൽ അതിൻ്റെ അഡ്വൈസ് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലെ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷർ വന്നാൽ അത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാം, വൈകല്യങ്ങളുണ്ടാകാം. പിന്നെ ചെറിയ കുട്ടികളിൽ തന്നെ ഇപ്പോൾ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം എന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് കുട്ടികൾ പെട്ടെന്ന്, ഈ ചെറിയ കുട്ടികൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന, അത് പുകവലി കൊണ്ട് അത് സംഭവിക്കാമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ ചെറിയ കുട്ടികൾക്ക് പിന്നെ ഈ ആസ്മ ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ട്. ഇൻഫെക്ഷൻസ്, അപ്പോൾ ലങ്സ് ഇൻഫെക്ഷൻ, ചെസ്റ്റ് ഇൻഫെക്ഷൻ ആകാം, ചെവിയിൽ ഇൻഫെക്ഷൻ, സൈനസ് ഇൻഫെക്ഷൻ ആകാം. അതിൻ്റെ എല്ലാം റിസ്ക് ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് കൊണ്ട് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്മോക്കിംഗ് നിർത്താൻ ശ്രമിക്കുന്ന ഒരാൾ, ആ റിക്കവറി പീരീഡ് കുറച്ച് വലുതാണ്, കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു പീരീഡുമാണ്. അപ്പോൾ ആ സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം തന്നെ പലപ്പോഴും ഇന്ന് ഞാനൊരു 20 സിഗരറ്റ് വലിക്കുന്നു, നാളെ തന്നെ 0 എന്നുള്ളത് ചിലപ്പോൾ ഒരു അൺറിയലിസ്റ്റിക് ആയിരിക്കാം. പലപ്പോഴും പല ആൾക്കാരും ആ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് സെറ്റ് എ ക്വിറ്റ് ഡേറ്റ് വിച്ച് ഈസ് സ്പാൻഡ് ഓവർ ഒരു 4 to 6 weeks ഒരു ക്വിറ്റ് ഡേറ്റ് വെക്കുക. എന്നിട്ട് എപ്പോഴും പറയാം എവറി വീക്ക്ലി യു റെഡ്യൂസ് 20 to 25% ഓഫ് ദ സിഗരറ്റ്സ് ദാറ്റ് യു സ്മോക്ക്. പുക വലിക്കുന്ന ആൾ ആദ്യം തീരുമാനിക്കണം. മാത്രമേ പുകവലി നിർത്താൻ സാധിക്കുകയുള്ളൂ. ആദ്യം ഒരു മോട്ടിവേഷൻ ആണ്, വില്ലിംഗ് ടു ക്വിറ്റ് എന്നുള്ളൊരു ഇതാണ്. ഒരു ക്വിറ്റ് ഡേറ്റ് വെക്കുക. എന്നിട്ട് സെക്കൻഡ് തിങ് ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അതിൻ്റെ പലപ്പോഴും ആ പുകവലി നിർത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, അത് പറ്റാത്തത് ആ ക്രേവിങ് കാരണമാണ്. അതിൻ്റെ വിഡ്രോവൽ സൈൻസ് എന്ന് പറയും, പിൻവാങ്ങൽ ലക്ഷണങ്ങൾ. അത് ഉറക്കത്തിനെ ബാധിക്കാം, ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി, തലവേദന, വർക്ക് ചെയ്യാനുള്ളൊരു ഉത്സാഹക്കുറവ്, ഇതൊക്കെ ഇതിനെ ബാധിക്കാം. അപ്പോൾ അത് തരണം ചെയ്യാൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു തെറാപ്പി മാത്രം മതിയാവാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചെറിയ മെഡിസിൻസ് വളരെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് കൊടുക്കാം. അത് വളരെ നന്നായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എഗെയിൻ ഈ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയുടെ എയ്ഡ് നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഇതൊരു പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സൈക്കിളാണ്. ദേ വിൽ ക്വിറ്റ്. പിന്നെ എഗെയിൻ ഈവൻ നമ്മൾ പറയാം ദ ക്രേവിംഗ് വിൽ ലാസ്റ്റ് ഫോർ കുറേ സമയം നിൽക്കും. ദ സൈറ്റ് സ്മെൽ ഓഫ് ദ സിഗരറ്റ് ക്യാൻ ട്രിഗർ യു ടു ടേക്ക് അനദർ എന്നാണ് പറയുക. അപ്പോൾ ചിലപ്പോൾ പിന്നെയും ഒരു റിലാപ്സ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സാറ് പറഞ്ഞു ഇറ്റ്സ് നെവർ ലേറ്റ്. പിന്നെയും അത് ക്വിറ്റ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങണം. അത് പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് സീക്ക് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയാം. വിഡ്രോവൽ ഫേസിൽ ബിഹേവിയറൽ ചേഞ്ചസ് എന്തൊക്കെയാണ് ഉണ്ടാവുക? അവരുടെ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം? പലപ്പോഴും അവർക്ക് ഇറിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക. പിന്നെ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ പലപ്പോഴും വളരെ കുറവ്. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പറയും സാർ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരു സിഗരറ്റ് വലിച്ചാൽ എനിക്ക് 4-5 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും, ഇപ്പം എനിക്ക് തീരെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഉറക്കമില്ലായ്മ തോന്നും. പിന്നെ ലൈക്ക് അപ്പറ്റൈറ്റ്, ചിലപ്പോൾ ഈ വിഡ്രോവൽ സൈൻസിൽ അപ്പറ്റൈറ്റ്, വിശപ്പ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മൈൽഡ് ടു മോഡറേറ്റ് വിഡ്രോവൽ വരിക. ഒരു സിവിയർ വിഡ്രോവൽ സമയത്തൊക്കെയാണ് പലപ്പോഴും ഒരു ആങ്സൈറ്റി, പാനിക് അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യത തെറാപ്പി പറയുന്നത്. പലപ്പോഴും വീടുകളിൽ ഇപ്പം പുകവലിക്കുന്ന ആളോട് വീട്ടിലുള്ളവർ പെട്ടെന്ന് നിർത്താൻ പറയും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നിർത്താനായിട്ട്, പക്ഷേ അത് വീട്ടുകാർക്ക് അത് മനസ്സിലാവില്ല. അവർ വിചാരിക്കും ദൈവം വീണ്ടും വലിക്കുന്നതാണ് പറഞ്ഞത് അനുസരിക്കുന്നില്ല. പക്ഷെ അയാൾക്ക് പെട്ടെന്ന് നിർത്താൻ സാധിക്കില്ല. അപ്പോൾ അവർക്കൊരു നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കേണ്ടതാണ്. അത് ഈവൻ വീട്ടിലുള്ളവരെ അതിനെപ്പറ്റി ബോധവൽക്കരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഒരു വീട്ടിലുള്ള ആൾക്കാർ ഒരു കുറ്റമായിട്ടല്ല, അത് ഒരാൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സപ്പോർട്ട് ചെയ്ത് ആ സമയത്ത് കൂടെ നിർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്മോക്കിംഗ് ലങ് ക്യാൻസറിന് കാരണമാകും. ഇപ്പോൾ ഫിലിംസ് ഒക്കെ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നതാണ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സോ അതിൻ്റെ ഒരു ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി, സ്മോക്ക് ചെയ്താൽ എന്തായാലും ലങ് ക്യാൻസർ ഉണ്ടാകും, അങ്ങനെയാണോ? സ്മോക്ക് ചെയ്താൽ എന്തായാലും ലങ് ക്യാൻസർ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്മോക്ക് ചെയ്യുന്നവരിൽ സ്മോക്ക് ചെയ്യാത്തവരെക്കാൾ ലങ് ക്യാൻസറിന് സാധ്യത വളരെ 25 മുതൽ 30 തവണ കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലങ് ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദി യങ്സ്റ്റേഴ്സ് സ്മോക്ക് ചെയ്യുന്നത് ഒരു ഹൈ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാറുണ്ട്. സോ ഹൗ ഡു ദി എക്സ്പീരിയൻസ് ദിസ് ഹൈ വൈൽ സ്മോക്കിംഗ്? അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹൈസ് ആൻഡ് ലോസ് ഉണ്ട് നമ്മുടെ നോർമൽ ലൈഫിൽ. അപ്പോൾ ഹൈ യൂഷ്വലി വരുമ്പോൾ നമുക്ക് തലച്ചോറ് ന്യൂറോ ട്രാൻസ്മിറ്റർ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു സന്തോഷം അല്ലെങ്കിൽ ഹൈ തരുന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്ന സമയത്ത്
ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ പതിവില്ല, അതായത് നോർമലി എനിക്കൊരു സന്തോഷം വരുമ്പോൾ ഉണ്ടാവാത്തതിനെക്കാട്ടും ഹൈ ആയിട്ട് ഡോപ്പമിൻ പെട്ടെന്ന് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്മോക്ക് ചെയ്യുമ്പോൾ വിത്തിൻ ഒരു സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ദ എക്സ്പീരിയൻസ് എ ഹൈ. സോ അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും, അതായത് ലൈക്ക് വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30 to 40 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിയുമ്പോഴേക്കും അടുത്തൊരു സിഗരറ്റ് തരാനുള്ളൊരു ടെൻഡൻസി, ആ ഒരു ഹൈ മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ ഇത് അഗെയിൻ ഒരു ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു തലച്ചോറിലൊരു പ്രതിഭാസം തന്നെയാണ്. യൂത്തിനോട് ഈ ഒരു വേൾഡ് നോ ടുബാക്കോ ഡേയിൽ എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അപ്പോൾ പലപ്പോഴും യൂത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പേഷ്യൻസും സ്മോക്കിംഗ് എങ്ങനെയാണ് ലൈക്ക് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മോസ്റ്റ് കോമൺ ടു ആൻസർ ദാറ്റ് ദേ ഗിവ് ഈസ് വൺ തിങ് ഈസ് പിയർ ഇൻഫ്ലുവൻസ്. അതായത് അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഫ്രണ്ട്സ് സ്മോക്ക് ചെയ്യാൻ പറഞ്ഞു, സാറ് ഞാൻ എങ്ങനെ ഒരു നോ എന്ന് പറയുന്നുള്ളൂ. സോ യൂത്തിനോടുള്ള ഫസ്റ്റ് അഡ്വൈസ് ഈസ് ആൾവേസ് ബി ഫേം ആൻഡ് അസേർട്ടീവ്. അപ്പോൾ നോ എന്ന് പറയാൻ നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുത്, എസ്പെഷ്യലി ഒരു സ്മോക്കിങ്ങിൻ്റെ കാര്യത്തിൽ. സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് അനദർ ആൻസർ ദാറ്റ് ഐ ഓൾവേസ് ഗെറ്റ് ഈസ് സർ സ്ട്രെസ്സാണ്, അതുകൊണ്ടാണ് സ്മോക്കിങ്ങിലേക്ക് ലൈക്ക് തിരിഞ്ഞത്, അല്ലെങ്കിൽ അത് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ യൂത്തിനോട് അഗെയിൻ പറയുന്ന ഒരു അഡ്വൈസാണ്, ഇറ്റ്സ് ആൾവേസ് ഓക്കെ ടു ഫെയിൽ ഇൻ ലൈഫ്. എവറി ബാറ്റിൽ ദാറ്റ് വി ഫൈറ്റ് ഈസ് നോട്ട് ടു വിൻ. സോ സ്ട്രെസ് അത് നമുക്ക് കോപ്പ് ചെയ്ത് നമുക്ക് ജീവിതത്തിൽ പറ്റുള്ളൂ. സ്മോക്കിംഗ് ഈസ് നോട്ട് ദ ആൾട്ടർനേറ്റീവ് ഓർ ഇറ്റ്സ് നോട്ട് എ കോപ്പിംഗ് മെക്കാനിസം. സോ ബി അസർട്ടീവ്, ദെൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ടു ഫെയിൽ ഇൻ ലൈഫ്. ഇതാണ് ഈ ഒരു 2 അഡ്വൈസാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. ഡോക്ടറിന് എന്താ പറയാനുള്ളത്? അത് താൽക്കാലികമായിട്ട് ഒരു ശരീരത്തിനുണ്ടാകുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോങ് ടേം ആയിട്ട് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കരുത്. അത് തന്നെയാണ് അതിനെപ്പറ്റി പറയാനുള്ള ഒരു സന്ദേശം. ടുബാക്കോ യൂസേജിൻ്റെയും സ്മോക്കിങ്ങിൻ്റെയും ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ക്വിറ്റ് സ്മോക്കിംഗ്. താങ്ക് യു.